UDF സംസ്ഥാന കമ്മിറ്റി രൂപം നൽകിയിട്ടുള്ള മലയോര സമര പ്രചരണ ജാഥയ്ക്ക് ഫെബ്രുവരി 1 അടിമാലിയിൽ സ്വീകരണം നൽകും. അടിമാലിക്ക് പുറമെ കട്ടപ്പനയിലും കുമളിയിലും ജാഥയ്ക്ക് സ്വീകരണമൊരുക്കും. സ്വീകരണത്തിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് UDF ദേവികുളം നിയോജകമണ്ഡല നേതൃയോഗം അടിമാലിയിൽ നടന്നു. മലയോര മേഖലയിൽ നിലനിൽക്കുന്ന വിവിധ വിഷയങ്ങളിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടും ഇക്കാര്യത്തിൽ സർക്കാർ നിലപാടുകൾ തുറന്നുകാട്ടിയുമാണ് UDF സംസ്ഥാന കമ്മിറ്റി മലയോര സമര പ്രചരണ ജാഥയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. ജാഥയ്ക്ക് അടുത്ത മാസം 1 അടിമാലിയിൽ സ്വീകരണം നൽകും. അടിമാലിക്ക് പുറമെ കട്ടപ്പനയിലും കുമളിയിലും ജാഥയ്ക്ക് സ്വീകരണമൊരുക്കും. സ്വീകരണത്തിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് UDF ദേവികുളം നിയോജകമണ്ഡല നേതൃയോഗം അടിമാലിയിൽ നടന്നു. ജനങ്ങൾ അനുഭവിക്കുന്ന ഭൂപ്രശ്നങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരപരിപാടികളുടെ ഒരു ഘട്ടമെന്നുള്ള നിലയിലാണ് നമ്മുടെ സംസ്ഥാന UDF നടത്തുന്ന മലയോര ജാഥയ്ക്ക് ഈ ജില്ലയിൽ ഫെബ്രുവരി 1 നമ്മൾ സ്വീകരണം കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. നവംബർ 20 ചെറുതോണിയിൽ കൂടിയ ജില്ലാ UDF കൺവെൻഷനിൽ വെച്ച് സമരപ്രഖ്യാപന കൺവെൻഷനിൽ വെച്ച് നമ്മളെ സമരപരിപാടികൾ ആരംഭിക്കുകയും ഇടുക്കിയിലും അതോടൊപ്പം തന്നെ ഉടുമ്പൻചോലയിലും നമ്മളെ പ്രതിഷേധ റാലിയും വിചാരണ സദസ്സും സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മളിപ്പോൾ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന മലയോര ജാഥയ്ക്ക് സ്വീകരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടുക്കി ജില്ലയിൽ ഫെബ്രുവരി 1 രാവിലെ 10 മണിക്ക് അടിമാലിയിലും ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കട്ടപ്പനയിലും 4 മണിക്ക് കുമളിയിലും 3 സ്വീകരണ പരിപാടികളാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. UDF നിയോജകമണ്ഡലം ചെയർമാൻ MB സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, മുൻ MLA AK മണി തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിന്റെയും വിവിധ ഘടകകക്ഷി നേതാക്കളുടെയും നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.